ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു മല കയറാനാണ് കേട്ടോ. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലേസ് ആണിത്. കോതമംഗലത്ത് നിന്ന് 7 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലേസ് വരുന്നത്. നാടുകാണി എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ 3 പേരും പിന്നെ മാമനും ഫാമിലിയും ആയിട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായത്. തലേന്ന് സിനിമയൊക്കെ കണ്ട് കിടന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് 5 മണിക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയത് 7 മണിക്കാണ്. ഈ ഒരു മല കയറുമ്പോൾ നിങ്ങൾ മീശപ്പുലിമല പോലെയുള്ള പ്ലേസ് ഒന്നും മനസ്സിൽ കണ്ടുകൊണ്ട് കയറരുത്. അങ്ങനെ ഒരു പ്ലേസ് അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആണിത്. എന്തായാലും മല കയറാൻ പോവാണല്ലോ, എന്നാൽ കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂസൊക്കെ എൻ്റെ എടുത്തിട്ടത്. പക്ഷേ കയറി തുടങ്ങിയപ്പോഴാണ് ഷൂസ് ഇട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഹൈറ്റിലോട്ട് കയറും തോറും കാലാണെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു, നല്ലോണം കഴിച്ചു തുടങ്ങിയായിരുന്നു. കൂടാതെ ഈ ഷൂസിൻ്റെ വെയിറ്റും കൂടി ആയപ്പോൾ ഒട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ മല കയറുന്ന വഴിക്ക് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി കാക്ടസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് നോക്കാനൊന്നും ആളില്ലാത്തത് കൊണ്ട് അതങ്ങനെ പോയി. ഇനിയും തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. ഈ മലയുടെ മുകളിലായിട്ട് ഒരു കുരിശുണ്ട്, പിന്നെ ഒരു യേശുക്രിസ്തുവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞത് മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഇവിടെയും ആളുകൾ വരും, വിശ്വാസികൾ വരും, ഈ മലയുടെ മുകളിൽ കയറും, പ്രാർത്ഥിക്കും എന്നൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, മഴ സീസണിലൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക. ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ഒരു സമയമാണ്, അതുകൊണ്ട് അങ്ങനെ വഴുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. മഴ സമയത്ത് നല്ല വഴുക്കലുണ്ടാവും, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് തത്തയെ കണ്ടു കേട്ടോ. ഒരു മരം നിറയെ തത്ത. ഇപ്പോൾ തത്തയെ പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് തത്തയെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ എറണാകുളത്താണെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്കാണെങ്കിലും ഇഷ്ടം പോലെ തത്തയുണ്ട് കേട്ടോ. ആൻറ്റിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ, വയ്യാണ്ടായി. കാരണം ഈ സമയത്തെ വെയിലും പിന്നെ കുത്തനെയുള്ള കയറ്റമാണ്. പിന്നെ ഇവിടെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് 2 കുപ്പി വെള്ളമെങ്കിലും കയ്യിൽ കരുതണം. കാരണം മേളിലോട്ട് കയറുന്നോറും കടകളൊന്നുമില്ല, താഴെ മാത്രമേ കടകളുള്ളൂ. അപ്പോൾ വെള്ളം കരുതുക. പിന്നെ ഈ മലയുടെ മുകളിൽ കയറണം, ആ ഒരു വ്യൂ ആസ്വദിക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമുള്ളവർ മാത്രം പോവുക. എന്നെപ്പോലെയുള്ളവരൊക്കെ താഴെ തന്നെ ഇരിക്കാൻ നോക്കുക. കാരണം പകുതി എത്തിയപ്പോഴത്തേക്കും എനിക്ക് മതിയായിരുന്നു. പിന്നെയും തിരിച്ച് അത്രയും ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എൻ്റെ മൈൻഡ്. ഞങ്ങളുടെ കൂടെ അല്ലി ഉണ്ടായിരുന്നു കേട്ടോ. അവള് കുറച്ച് ദൂരമൊക്കെ നടന്നു കയറി, കുറേ ദൂരം ശിവ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലിക്ക് അങ്ങനെ ടയർഡ്നെസ് ഒന്നും തോന്നിയില്ല. അവളുടെ ഈ പ്രായത്തിന്റെ ആയിരിക്കാം. പക്ഷെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കുക. കാരണം കുത്തനെയുള്ള കയറ്റായതുകൊണ്ട് കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് കുഞ്ഞു കുട്ടികളെയൊക്കെ മാക്സിമം കൊണ്ടുപോകുകയാണെങ്കിൽ, കൊണ്ടുപോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊണ്ടുപോകുകയാണെങ്കിൽ കയ്യിലെടുക്കാൻ നോക്കുക. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് ബ്രീത്തൊക്കെ എടുത്ത് പതിയാണ് കേട്ടോ കയറി പോകുന്നത്. പക്ഷെ ആ സമയത്ത് വെയിലാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ മുന്നേ ഒരു ഫാമിലി കയറിപ്പോയിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഒരു കുഞ്ഞു വാവയാണ് കേട്ടോ. ഒരു 6 months പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അത്രയുള്ളൊരു വാവയെ കൊണ്ടാണ് അവർ കൂളായിട്ട് കയറിപ്പോയി. പക്ഷെ ഞങ്ങൾ ഭയങ്കര സ്ലോ ആയിരുന്നു. ഈ ഒരു പാറയുടെ തൊട്ടടുത്ത് തന്നെയാണ് അയ്യപ്പമുടി എന്ന് പറഞ്ഞൊരു പാറ. അവിടെയാണെങ്കിൽ ഇത്രയും ഹൈറ്റ് ഇല്ല, കുറച്ച് ഇങ്ങനെ വലിയ കുത്തനെ അല്ലാത്ത കയറ്റമാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. അവിടെ അതിരാവിലെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് അമ്പലം ഉണ്ട് അയ്യപ്പൻ്റെ. വൈകിട്ടാണെങ്കിലും നല്ല വ്യൂ ആണ് കേട്ടോ. ഉച്ച സമയത്തൊന്നും കയറരുത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ ഉച്ച സമയത്താണ് കയറിപ്പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് പോകരുത്. അങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കല്ല് നടന്നു, പിന്നീട് ശിവ എടുത്തു കേട്ടോ. ശിവയ്ക്ക് അതിൻ്റെതായ ടയർഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞാൻ ശിവയോട് പറയുകയാണ്, എനിക്ക് മടുത്തു, എനിക്കിനി കയറാൻ പറ്റില്ല. അത് ഞങ്ങൾ മൂകാംബികയിൽ പോയപ്പോഴും അങ്ങനെയായിരുന്നു കേട്ടോ. കുടജാത്രി കയറാൻ നേരത്ത് ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞെങ്കിലും ശിവ അത് സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ശിവ എന്നെ വിളിച്ചോണ്ടേ മേളിൽ പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഏകദേശം മുകളിൽ ഇങ്ങനെ എത്താറായി. ഞാനാണെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, ദൈവമേ മാമന് എന്നോട് എന്ത് വൈരാഗ്യം ഉണ്ടായിട്ടാണ് എന്നെ ഈ മലയിൽ ഈ സമയത്ത് കയറ്റുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. മാമന് ഇതൊക്കെ കണ്ടിരിക്കണം, ഞങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പോവാന്ന് പറഞ്ഞത്. പിന്നെയും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിട്ടോ. മുകളിലോട്ട് കയറാനായിട്ട് ഇത്തിരി ദൂരമേ ഉള്ളൂ, എന്നാൽ താഴത്തോട്ട് ഇറങ്ങാൻ നല്ല ദൂരമുണ്ട്. മുകളിലോട്ട് കയറണോ താഴത്തോട്ട് ഇറങ്ങണോ ആകെ കൺഫ്യൂഷൻ അടിച്ച് വയ്യാതെ ഞങ്ങൾ ഇങ്ങനെ ഒരു മൂലയ്ക്ക്, കാറ്റുമില്ല എന്നാൽ നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. എൻ്റെ മനസ്സിൽ മൊത്തം അയ്യോ ഇനി ഇത്രയും മല ഞാൻ എങ്ങനെ തിരിച്ചിറങ്ങും എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. പക്ഷേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു. അല്ലി കുറച്ചു നേരം ഫോണിലൊക്കെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അവൾക്ക് അതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ അവസാനം നടന്ന് ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. അല്ലീനെ ഒരു സ്ഥലത്തിരുത്തി. കൂടെ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ. ശിവയാണെങ്കിൽ കുറച്ച് വ്യൂസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണും വാങ്ങിയിട്ട് പോയി. ഞാൻ അവിടെ ചത്ത പോലെ കുറച്ച് നേരം കിടന്നു. അത്യാവശ്യം ചെറിയൊരു തണുത്ത കാറ്റുണ്ടായിരുന്നു, അല്ലാതെ വലിയതായിട്ടൊന്നുമില്ല. പിന്നെ അതിരാവിലെ കയറുവാണെങ്കിൽ ഇങ്ങനെ കുറേ ക്ലൗഡ് ഇങ്ങനെ താഴ്ന്നിങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം വെയിലായതുകൊണ്ട് അങ്ങനെ ഒന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ കുറേ പൂക്കളുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. കൂടുതലും വയലറ്റ് കളർ പൂക്കളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സൈഡ് ഫുള്ള് യെല്ലോ കളർ പൂക്കളായിരുന്നു. ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത ഒരു എനർജി പെട്ടെന്ന് വന്നു കേട്ടോ. കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറാൻ അത്ര ഇഷ്ടമുള്ളവർ മാത്രം കയറുക. എനിക്കിനിയൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വരത്തില്ലായിരിക്കും. കാരണം ശിവയാണെങ്കിൽ ഭയങ്കര ടയർഡായിരുന്നു, ഒന്ന് സ്ലിപ്പായിട്ട് വീണു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ മാക്സിമം കൊണ്ടുവരാതിരിക്കുക. ഈ കുഞ്ഞു ജീവിയാണ് ഇത്രയും സൗണ്ട് ഉണ്ടാക്കുന്നത്. അതൊരു കൗതുകമായിട്ട് തോന്നിയോണ്ടാണ് ആ വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ മലയിൽ നിന്ന് താഴത്തൊക്കെ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഉടുപ്പി ഹോട്ടലിലോട്ടാണ് പോയത്. അടുത്തെന്ന് വെച്ചാൽ കോതമംഗലത്തായിട്ടാണ് കേട്ടോ. നല്ല മസാല ദോശ, നല്ല ഫിൽറ്റർ കോഫി, എല്ലാം അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞങ്ങൾ നല്ലോണം വിശന്നാണ് ഇറങ്ങിയത്, അതുകൊണ്ട് ഫുൾ